നമ്മളിന്ന് ഈ റിഡ്സിന്റെ ചെക്ക് എഞ്ചിൻ ലൈറ്റ് മനഃപൂർവ്വം തെളിയിക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണ് മനഃപൂർവ്വം തെളിയിക്കുന്നത്? വാഹന സംബന്ധമായ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോഴാണല്ലോ ഈ ചെക്ക് എഞ്ചിൻ ലൈറ്റ് തെളിയുന്നത്. അപ്പോൾ നമ്മൾ OBD സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് എന്താണ് കുഴപ്പമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ പ്രോബ്ലം പരിഹരിച്ചതിന് ശേഷമാണല്ലോ ഈ ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഇറേസ് ചെയ്ത് കളയുന്നത്. എന്നാൽ നിസാരമായ ഒരു കാര്യത്തിന് പോലും ചെക്ക് എഞ്ചിൻ ലൈറ്റ് തെളിയും എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ ചെക്ക് എഞ്ചിൻ ലൈറ്റ് തെളിയും, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ വാഹനം സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ട് ചെക്ക് എഞ്ചിൻ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാലാണ് കുഴപ്പം. ഓക്കെ, ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞു. മീറ്റർ കൺസോളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഒന്നും തെളിഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, ഞാനിതാ വാഹനം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്താലാണ് ചെക്ക് എഞ്ചിൻ ലൈറ്റ് തെളിയുന്നത് എന്ന് കണ്ടോളുക. ഓക്കെ, ഞാൻ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ക്യാമറ കാണിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിക്കൊള്ളാം. എയർ ഫിൽറ്ററിന്റെ ഭാഗത്തേക്കാണ് ഞാൻ ക്യാമറ കാണിച്ചത്. അപ്പോൾ ഈ എയർ ഫിൽറ്ററോട് ചേർന്ന് കാണുന്ന ഈ ഒരു വയർ കണ്ടോ, ഒരു വയർ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇത് ഒരു സെൻസറാണ്. ഇത് മാസ് എയർ ഫ്ലോ സെൻസറാണ്. ഈ സെൻസറിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനുള്ളിലേക്ക് കയറി പോകുന്ന എയറിന്റെ അളവ് മനസ്സിലാക്കുന്നു. ഇൻ കേസ് എയറിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ECM മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഡീസൽ വാഹനത്തിനുള്ളിലേക്ക് കൊടുക്കുന്നു. വാഹനത്തിനുള്ളിലേക്ക് പ്രോപ്പർ അളവിനാണോ എയർ കയറി ചെല്ലുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതാണ് ഈ സെൻസറിന്റെ ജോലി. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ സെൻസർ അങ്ങോട്ട് ഡിസ്കണക്ട് ചെയ്തിടാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ആ സെൻസർ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. സെൻസർ അവിടെ തന്നെ ഉണ്ട്. സെൻസറിൽ നിന്ന് വരുന്ന ആ ഒരു സിഗ്നൽ ECMലേക്ക് ചെല്ലാത്ത രീതിയിൽ ഡിസ്കണക്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇനി ഞാൻ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ചെക്ക് എഞ്ചിൻ ലൈറ്റ് തെളിഞ്ഞില്ല. ഓഫ് ചെയ്തു. ഇനി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ വാഹനത്തിന്റെ ചെക്ക് എഞ്ചിൻ ലൈറ്റ് തെളിഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം ചെക്ക് എഞ്ചിൻ ലൈറ്റ് തെളിഞ്ഞത്? വാഹനത്തിന്റെ ഏതോ ഒരു സെൻസറിൽ നിന്നുള്ള സിഗ്നൽ ECMലേക്ക് ചെല്ലുന്നില്ല. ആ സെൻസർ ഏതാണ്? നമ്മളിപ്പോൾ ഡിസ്കണക്ട് ചെയ്തിട്ട മാസ് എയർ ഫ്ലോ സെൻസർ. ഈ സെൻസറിനെ പറ്റി, ഈ സെൻസറിന്റെ ജോലി എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്, ഇപ്പോൾ ഈ ചെക്ക് എഞ്ചിൻ ലൈറ്റ് തെളിഞ്ഞു, എങ്ങനെയാണ് ഇത് ഇറേസ് ചെയ്യുന്നത്? നമ്മൾ ഈ സെൻസറിന്റെ വയറെ തിരിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് എഞ്ചിൻ ലൈറ്റ് മാഞ്ഞു പോകുമോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാഹനം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട ഈ ഒരു മാസ് എയർ ഫ്ലോ സെൻസറിന്റെ വയർ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഡിസ്കണക്ട് ചെയ്തപ്പോഴാണല്ലോ ചെക്ക് എഞ്ചിൻ ലൈറ്റ് മീറ്റർ കൺസോളിൽ തെളിഞ്ഞത്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഇറേസ് ആയി പോകുമോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഇറേസ് ആയി പോയില്ല. ഓക്കെ, ഞാൻ വാഹനം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും ചെക്ക് എഞ്ചിൻ ലൈറ്റ് തെളിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. ഓക്കെ, ഞാൻ വാഹനം വീണ്ടും ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് മൂന്നാമത്തെ സ്റ്റാർട്ടിംഗ് ആണ്. ചെക്ക് എഞ്ചിൻ ലൈറ്റ് അവിടെ തന്നെ നിൽപ്പുണ്ട്. എന്നാൽ ഞാൻ വീണ്ടും വാഹനം ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് നാലാമത്തെ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, വാഹനം 4 തവണ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ആ ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഇറേസ് ആയി പോയി. ECMന് മനസ്സിലായി ഡിസ്കണക്ട് ചെയ്തിട്ട ആ ഒരു സെൻസർ വയർ കണക്ട് ചെയ്തു. എന്നാൽ അങ്ങനെയല്ല. ECM മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്: വാഹനത്തിനുള്ളിലേക്ക് പ്രോപ്പർ ആയിട്ട് എയർ കയറി ചെല്ലുന്നില്ല. ഇത് മാസ് എയർ ഫ്ലോ സെൻസർ ആണല്ലോ. അപ്പോൾ ഈ സെൻസർ എയറിന്റെ ഫ്ലോ സെൻസ് ചെയ്യുന്ന സിഗ്നൽ ECMലേക്ക് ചെല്ലുന്നില്ല. ഈ കാണുന്നതാണ് നമ്മുടെ വാഹനത്തിന്റെ ECM. അപ്പോൾ ഈ സെൻസറിന്റെ കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ECM മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്: നമ്മൾ ആ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്തു. എയർ കയറി ചെല്ലാത്തത് കൊണ്ടുള്ള ആ ഒരു പ്രോബ്ലം നമ്മൾ ഫിക്സ് ചെയ്തു. ഇപ്പോൾ വാഹനത്തിനുള്ളിലേക്ക് എയർ കയറി ചെല്ലുന്നുണ്ട്. അത് ECM സ്വയം മനസ്സിലാക്കി ആ ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഓഫ് ആക്കി കളഞ്ഞു.